കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഭീകരവാദവും തീവ്രവാദവും ഒന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിപരീത ദിശയിൽ നിൽക്കുന്ന തത്വചിന്തകളും ആദർശങ്ങളുമാകുന്നു. എന്നാൽ പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുവാനും അതിനെ പരിഹസിക്കുവാനും വേണ്ടി, കുറ്റപ്പെടുത്തുവാനും വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുവാൻ പലപ്പോഴും ശ്രമമുണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, മലപ്പുറം ജില്ല പോലെയുള്ള ഏറ്റവും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു ജില്ലയിൽ നാളിതുവരെയായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ വർഗീയ വിദ്വേഷ പ്രവർത്തനങ്ങൾക്കോ വേരോട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ഒരൊറ്റ തെളിവ് മതി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഈ വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കാണിക്കുവാൻ. മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പര സൗഹൃദത്തോടുകൂടെ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമത്തെ പേര് വരുന്ന പ്രദേശമാകുന്നു നമ്മുടെ അഭിമാനകരമായിട്ടുള്ള ഈ ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എന്നെന്നുമുള്ള ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് ഇസ്ലാം 1400 വർഷം മുമ്പ് തുടങ്ങിവെച്ച സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. ആ സന്ദേശം കൂടുതൽ പ്രകാശിപ്പിക്കുവാനും കൂടെ ഈ ബഹുജന സംഗമത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്ന നിലക്ക് ജനാധിപത്യപരമായി നമുക്ക് അവകാശപ്പെട്ട മുഴുവൻ അവകാശങ്ങളും നിയമപരമായും ജനാധിപത്യപരമായും സംരക്ഷിക്കുവാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും വിശ്വാസികൾ എന്ന നിലയിലും നമ്മുടെ ബാധ്യത നമ്മൾ മറക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്നത് പോലെ സവിശേഷമായ ഇന്ന് വഖഫ് പോലെയുള്ള ബില്ലുകൾ അവ ഇസ്ലാമിക സമൂഹത്തെ അപരവൽക്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, നിയമപരമായിട്ടുള്ള പ്രതിരോധങ്ങൾക്ക് ഈ പ്രസ്ഥാനം ബാധ്യസ്ഥമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ കൂടിയാകുന്നു ഈ ഒരു ബഹുജന സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറക്കുകയാണ്. ഈ ബഹുജന സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹൃദയ